Going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way. എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ്, അതാണ് MPPT. യൂട്യൂബ് വഴി മാത്രം MPPT എന്താണെന്ന് മനസ്സിലാക്കിയ പല കൂട്ടുകാർക്കും പല തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ടാവും. കാരണം പലരും അവരുടെ സ്വന്തം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയോ വീഡിയോ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. കാരണം നമ്മൾ നാളെ സ്വർണം മേടിച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് പോയി സ്വർണം മേടിക്കുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് നാളെ സ്വർണം മേടിച്ചാൽ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. ഒരു സാധനം മാർക്കറ്റിൽ ഇറക്കുന്ന ഒരാൾ അത് എങ്ങനെയെങ്കിലും വിൽക്കാനാണ് തീരുമാനിക്കുള്ളൂ. അതല്ലാണ്ട് അവിടെ കെട്ടിക്കിടന്നിട്ട് അവനൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് തള്ളി കൂട്ടി പറഞ്ഞ് ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കുന്നത്. പക്ഷേ അതിനായിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണം ചെയ്യുന്നവരോടൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവർക്കറിയാം ഇവർ കാണിക്കുന്നത് ഒരു തട്ടിപ്പ് പരിപാടിയാണെന്ന്. ഇൻഡക്ടർ, ഫെറോയ്ഡ് കോയിൽ, അങ്ങനെ പല പേരിലും പലരും പറഞ്ഞ് ഇത് 3 എണ്ണം 4 എണ്ണം 5 എണ്ണം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് 4 സ്റ്റേജ് ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഇറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് അധികമായിട്ട് ലഭിക്കുന്ന ആ ഒരു വോൾട്ടിനെ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് പറയാണ്ട് ഇങ്ങനെ ഒരു കോയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം ഒരു ആംബിയറിലേക്ക് ബൂസ്റ്റ് ചെയ്ത് തരുന്നു എന്നാണ് പലരും പറയുന്നത്. അതവരൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ MPPTയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഡക്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർ 2 എണ്ണമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം അവരുടെ ആ ഒരു കോയിൽ ഈ പറയുന്ന ആംബിയർ താങ്ങാൻ പാകത്തിനുള്ള ശേഷി ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് വ്യക്തമായ നിരീക്ഷണങ്ങൾ വഴിയായിരിക്കും ഒരു സാധനം പുറത്തിറക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും കൂട്ടി വെച്ചിട്ട് അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കച്ചവടമാക്കേണ്ട ഒരു കാര്യം ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിന് ഇല്ല. നമ്മുടെ നാട്ടിലെ ബ്രാൻഡുകളൊന്നും ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സാണ് നമ്മുടെ വ്യൂവേഴ്സിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ചില യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ MPPTനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് വ്യൂ കിട്ടുന്നില്ല. ഈ 3 കോയിലിൻ്റെ വർക്കിങ്ങിൽ ഒരു നിസാരം നമുക്കൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു 10 വാഴ വയ്ക്കാനുണ്ട്, ഒരു പണിക്കാരനുള്ളൂ. പക്ഷേ ഒരു 3 പണിക്കാരുണ്ടെങ്കിൽ ഈ 10 വാഴ നമുക്ക് പെട്ടെന്ന് വെച്ച് കഴിയാനും സാധിക്കും. നമ്മുടെ പണിക്കാർക്ക് കുറച്ചും കൂടെ ആരോഗ്യം ഉണ്ടായിരിക്കും ചെയ്യും. അതായത് അവരത്ര ക്ഷീണിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആംബിയർ ബൂസ്റ്റിങ്, അതായത് നമുക്ക് അധികമായി ലഭിക്കുന്ന ആ ഒരു വോൾട്ടിനെ ആംബിയറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ പരിപാടി അവിടെ ഈ 3 കോയിലിലേക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 കോയിലും ഹീറ്റ് ആവുന്നില്ല. ഹീറ്റ് ആവാണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു ചാർജിങ് ആംബിയർ നമുക്ക് ലഭിക്കുന്നു. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലും ചിലപ്പോൾ 1 കോയിലും 2 കോയിലൊക്കെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് മാക്സിമം ആംബിയറൊക്കെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു കോയിലിന് ഉണ്ടാവും. നമ്മുടെ ഇവിടെ നിൽക്കുന്ന MPPTയിലൊക്കെ ചിലപ്പോൾ ഈ 3 കോയിലൊക്കെ വെച്ചാലാണ് ആ രീതിയിലൊക്കെ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് ഈ ഒരു കോയിൽ ഉപയോഗിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള MPPT നല്ല വർക്കിംഗ് ആണോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന ബാറ്ററി ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഒരു നല്ല രീതിയിലാണ് നിങ്ങളുടെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നെങ്കിൽ ഒരു 8 മാസമൊക്കെ ഈസി ആയിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 2 മാസം 3 മാസം കൊണ്ട് വെള്ളം തീർന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കറക്റ്റല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി വാറണ്ടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരില്ല. കാരണം അവർ പറയുന്നതിനേക്കാളും കൂടുതൽ ചാർജിങ് ആംബിയറും ചാർജിങ് വോൾട്ടും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് വാറണ്ടി തരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ കുറേ അധികം പാലും കൊണ്ടുവച്ചു, ഒരു MPPTയും കൊണ്ടുവച്ചു, ഒരു ബാറ്ററിയും വെച്ചു, സാധനം അടിച്ചു പോയിട്ട് കമ്പനീനെ പറഞ്ഞിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വെള്ളം പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ചാർജിങ് ആംബിയർ നിങ്ങളുടെ കമ്പനി പറയുന്ന ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക.
ചാർജിങ് വോൾട്ടും ആംബിയറും എല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. യാതൊരുവിധ കുഴപ്പവുമില്ല. ഞാൻ ഒരു കമൻറ്റ് ഡിലീറ്റ് ആക്കാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. യാതൊരുവിധ കുഴപ്പവുമില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവായി ഡിസ്ലൈക്ക് അടിച്ച് നമ്മളെ അറിയിക്കണം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.